ബി.ജെ.പി കോൺഗ്രസ് കച്ചവടം പരസ്യമായി സമ്മതിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി. നെയ്യാറ്റിൻകര മാരായിമുട്ടത്താണ് സംഭവം. കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ടത്. പരസ്പരം തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പിക്ക് കോൺഗ്രസ് വോട്ട് മറിച്ചത് എന്ന കാര്യം സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കുകയാണ്. ആ ഓഡിയോ സംഭാഷണം ഒന്ന് കേൾക്കാം. കോൺഗ്രസ്സുകാർ ബി.ജെ.പിക്ക് വിറ്റ വോട്ടിനെ കുറിച്ച് എന്താണ് മറുപടി? ബി.ജെ.പിക്കാർക്ക് മാരേട്ടന്മാരില്ല, കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്ത് കൊടുത്തല്ലേ ബി.ജെ.പിക്കാർ ജയിച്ചത്. അപ്പം അതിന് ഒന്നുമില്ലേ പ്രതികരിക്കാൻ? അവർക്ക് തീരെഴുതി കൊടുത്തല്ലേ ബി.ജെ.പിയിൽ നിന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ തീരെഴുതി കൊടുത്തല്ലേ ബി.ജെ.പി അവിടെ ജയിച്ചത്. ജയിച്ചു വന്നിട്ട് എല്ലാം പറഞ്ഞല്ല കോൺഗ്രസ്സുകാരാണ് ജയിപ്പിച്ചതെന്നുള്ളത് അവിടെ പരസ്യമായിട്ട് പറയാം. ഇതിന് ഇത്രയും മോശമായിട്ട് ചെയ്ത ഒരു ഇതല്ലാതെ എന്താണ് പ്രതികരണം ചെയ്യേണ്ടത്? എല്ലാവർക്കും ഇതിന് ഒരിടത്ത് കുഴിച്ചു തോണ്ടാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മറ്റിടത്ത് ഇത് വരുമെന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു ആർക്കും. മാരായമുട്ടത്തുനിന്ന് ബി.ജെ.പിക്ക് കൊടുത്ത ബി.ജെ.പിന്ന് ഈ ഫണ്ട് വാങ്ങിച്ച് ബി.ജെ.പിക്ക് കൊടുത്ത പിന്തുണ അതെന്ത് മറന്നുപോയി എല്ലാവരും? സുലേഖ തുടരുന്നുണ്ട്. സുലേഖ, നോക്കൂ, ബി.ജെ.പി കോൺഗ്രസ് കച്ചവടം നടന്നിരുന്നു എന്ന് പറഞ്ഞതിനെ പരസ്യമായി സമ്മതിച്ചുകൊണ്ടുള്ള ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഫലം വന്നത്. ഈ ഫലം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് ബി.ജെ.പി സഖ്യമുണ്ട് എന്ന തരത്തിലുള്ള എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സ്ഥാനാർത്ഥി തന്നെ പുറത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ മാരായമുട്ടത്താണ് കോൺഗ്രസ് ബി.ജെ.പി സഖ്യമുണ്ടായത്, വോട്ട് കച്ചവടം നടന്നതെന്നാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മാരായമുട്ടം വാർഡ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സിന്ധു കൃഷ്ണ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പരസ്പര തർക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബി.ജെ.പിക്ക് വോട്ട് മറിച്ചു കോൺഗ്രസ് എന്നുള്ള കാര്യം സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ നെയ്യാറ്റിൻകര മാരായമുട്ടം ആണ് ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിന്ധുകൃഷ്ണ മത്സരിച്ചിരുന്നത്. പക്ഷെ ആ വാർഡിൽ മത്സരിച്ച് വിജയിച്ചത് ബി.ജെ.പി ആണ്. ബി.ജെ.പിക്ക് കോൺഗ്രസ് വോട്ടുകൾ മറിച്ചിരുന്നു എന്നതാണ് സിന്ധു കൃഷ്ണ ആരോപിക്കുന്നത്. സിന്ധൂരി, ശരി, വ്യക്തമാണ് സുലേഖ.